ഓൾ ഓഫ് വെൽക്കം. ഈ വീഡിയോയിൽ നമ്മൾ 25ാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്ത് നോക്കുന്നത്. ഇതൊരു AP ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അത്ര നിസ്സാരമല്ല. അവിടെ ഒരു വലിയൊരു സമ്മേഷനും ഒക്കെ വേറെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ APൻ്റെ SN നമ്മൾ കണ്ടുപിടിക്കണം. ആ SNൻ്റെ എക്സ്പ്രഷനെ നമ്മൾ Nന് പകരം K കൊടുത്ത് SK ആക്കി വീണ്ടും ഒരു തവണയും കൂടി Nലേക്ക് സമ്മേഷൻ ചെയ്യണം. അപ്പോൾ നോക്കാം. Let SN be the sum of n terms of the arithmetic progression 3, 7, 11. കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട്. Its first term is 3 and common difference is 4. അപ്പോൾ അതിൻ്റെ AN എന്ന് പറയുന്നത് 4n - 1 ആണ്. SN നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാം. അത് 2n + 2n² + n എഴുതിയാൽ മതി. അഥവാ n × 2n + 1 അല്ലെങ്കിൽ 2n² + n എഴുതിയാൽ തന്നെ സഫിഷ്യൻ്റ് ആണ്. സോ SK = 2k² + k. AP ആണല്ലോ, അപ്പോൾ നമുക്കറിയാം. അതിൻ്റെ സമ്മേഷൻ എടുക്കുമ്പോൾ k from 1 to n SK = 2 × sigma k² is k × k + 1 × 2k + 1 / 6 plus k × this k. ആ kൻ്റെ സമ്മേഷൻ വരിക k × k + 1 / 2 എന്നാണ്. ഇവിടെ 2 ഇങ്ങനെ കട്ട് ചെയ്താൽ 3 എന്നൊക്കെ കിട്ടും. എല്ലാം കൂടി മൊത്തത്തിൽ ഒന്ന് കമ്പൈൻ ചെയ്താൽ k × k + 1 / 6 നമുക്ക് അതിൽ നിന്ന് ഒരു LCM ആയിട്ട് അല്ലെങ്കിൽ കോമൺ ഫാക്ടർ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. /6 എടുക്കുമ്പോൾ ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2 × 2k + 1 പ്ലസ് ഇവിടെ /6 പുറത്ത് എടുക്കുമ്പോൾ 3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3n ഉണ്ടാവും. ദിസ് ഈസ് ഈക്വൽ ടു k × അപ് ടു n അല്ലേ? kയിലല്ല, നമുക്കിതിന് n-ൻ്റെ ടേമിൽ എഴുതാം. ഇൻ ടേംസ് ഓഫ് n, 2 × n × n + 1 × 2n + 1 / 6 പ്ലസ് n × n + 1 / 2. ഇവിടെ k അല്ല, എല്ലാം n-ലാണ് കിട്ടുക. n × n + 1 / 2 / 6. നേരത്തെ ചെയ്ത് തന്നെ k എന്നല്ല വേണ്ടത്. കാര്യം ഇവിടെ k from k അതിൻ്റെ സമ്മേഷൻ വേരിയബിൾ ആണ്. അതിൻ്റെ അപ്പർ ലിമിറ്റ് n ആണ്. അപ്പോൾ n വരെ ആഡ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ n-ൻ്റെ ടേമിലാണ് കിട്ടുക. അപ്പോൾ ഒന്ന് മാറ്റി എഴുതിയെന്നുള്ളൂ. യെസ്. സോ n × n + 1 / 6 × ഇവിടെ 2 × 2n + 1 + 3 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ n × n + 1 / 6 × 4n + 2 + 3 is 4n + 5. ഇതിനെ ഒരു 6 ഡിവൈഡ് ബൈ n × n + 1 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ 6/n × n + 1 × sigma sk ഈക്വൽ ടു ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ സാധനം കട്ടായി പോകും. സോ ദിസ് ഇസ് സിംപ്ലി ഈക്വൽ ടു 4n + 5 ആണ്. ഈ 4n + 5ൻ്റെ വാല്യൂ എവിടെ വരണം എന്നാണ് ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നത്. ദാറ്റ് ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ 40 and 42. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. 40 < 4n + 5 < 42. നമുക്ക് ആദ്യം ഈ 5 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സബ്ട്രാക്ട് ചെയ്യാം. സോ വാട്ട് വി ഗെറ്റ് ഇങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 35 < 4n < yes. 4n <, when we subtract 5 to here we get 37. നമുക്ക് ഈ n ഇവിടെ ഡിവൈഡ് ചെയ്യാം. സോ 35/4 n < 37/4. ഇതിൻ്റെ ഇടയിൽ ആകെ ഒരു ഇൻറ്റീജർ വാല്യൂ n-നുള്ളൂ. നമുക്ക് കണ്ടാൽ മനസ്സിലാവും n = 9 ആണ്. 35/4 എന്ന് പറയുമ്പോൾ 36/4 ആണ് 9. 35/4 എന്ന് പറയുമ്പോൾ ജസ്റ്റ് 9-നേക്കാൾ താഴെ ആയിരിക്കും. 37/4 എനിക്ക് തോന്നുന്നു 8.75 അങ്ങനെ ഉണ്ടാവും. ദിസ് ഇസ് അപ്രോക്സിമേറ്റ്ലി 8.75 ആൻഡ് 37/4 is 9.25. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള നാച്ചുറൽ നമ്പർ വാല്യൂ, അതാണല്ലോ ചോദ്യം. n നാച്ചുറൽ നമ്പർ ആവണം, കാരണം സീക്വൻസ് ആണ്. സീക്വൻസിലും സീരീസിലൊക്കെ n-ൻ്റെ വാല്യൂ എപ്പോഴും നാച്ചുറൽ നമ്പറേ പറ്റുള്ളൂ. സോ ദ ബെസ്റ്റ് വാല്യൂ ഫോർ n ഈസ് 9. സിമ്പിളാണ്. അതായത് ഈ APൻ്റെ SN നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. ആ SN-ൻ്റെ ഫോർമുലേനെ വീണ്ടും നിങ്ങൾ ഒരു തവണയും കൂടി സമ്മേഷൻ എടുക്കുക. സമ്മേഷൻ എടുക്കുമ്പോൾ sigma k ആയിട്ട് n × n + 1 / 2 കൊടുക്കുക. sigma k² ആയിട്ട് n × n + 1 × 2n + 1 / 6. സാധാരണഗതിയിൽ നമ്മൾ പഠിച്ചു വെക്കുന്ന ഫോർമുലയാണ്. ഈ പ്രാവശ്യം ഈ sigma n ഒന്നും സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം കുറേ ആൾക്കാർ ഇനി അത് പഠിക്കേണ്ട, അതിന് ക്വസ്റ്റ്യൻ വരില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആ സിലബസും എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസും തമ്മിൽ കാര്യമായ ബന്ധമൊന്നും ഉണ്ടാവില്ല. sigma n ഒക്കെ ഉറപ്പായിട്ടും ക്വസ്റ്റ്യനകത്ത് ആവശ്യം വരും. എനിവേ ആൻസർ ഈസ് 9 ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 25.